കിടക്കുന്ന ഒരു സ്ഥലത്താണ്. അതെല്ലാം പറയുന്നത് നിസ്സാര കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം കൂടി വരികയാണ്. വലിയ ടൂറിസം കേന്ദ്രമായി നമ്മുടെ കൊച്ചി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനുള്ള വലിയ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുന്നത്. വലിയ മാറ്റം കൊച്ചിയിലുണ്ടാവും. എന്തായാലും ഈ ഓരോ സർവീസ് അതിനെല്ലാം തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മേയറെയും ഭരണസമിതി അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പ്രത്യേക ഒരു അഭിനന്ദനം കൂടിയുണ്ട്. എന്താ അഭിനന്ദനം? സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും കൂടി അനുവദിച്ചത് കൊച്ചി ലക്ഷണ നമ്മൾ ഞെട്ടിച്ചിരിക്കുക. അപ്പൊ എവിടുന്ന തുടങ്ങിയ ഞാൻ പറയണ്ടല്ലോ. എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, സ്ത്രീകൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ സർവീസ് ചെയ്യുമ്പോഴും നടത്തുമ്പോഴും ഈ ഓരോയിലേക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന ഈ സേവിങ്സ്, ആ പണം നിങ്ങൾ മാറ്റിവെക്കും. അത് ഞാനൊരു KSF ഒരു പിങ്ക് ചിട്ടി തുടങ്ങുന്നു. ഈ പൈസ മാറ്റിവെക്കണം. സ്ത്രീകൾക്ക് സ്വന്തമായി അവർക്കൊരു സമ്പാദ്യം ഉണ്ടാകും. അതിന് കൊടുക്കരുത്, ഒരാളും പൈസ കൊടുക്കരുത്. ചിലപ്പോ മറ്റേ ലേലം വിളിച്ച് എടുക്കാനൊക്കെ പറയും. എടുക്കാനൊക്കെ ലേലം വിളിച്ച് എടുത്തു കൊടുക്കരുത്. സ്വന്തമായിട്ടൊരു സമ്പാദ്യം സ്ത്രീകൾ കൊണ്ടാണ് അഭിമാനത്തോടു കൂടി. അപ്പൊ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അതിനാണ് പിങ്ക് ചിട്ടി തുടങ്ങുന്നത്. ഇതിലൂടെ എല്ലാവർക്കും ലാഭമെല്ലാം ആ പിങ്ക് ചിട്ടിയിലേക്ക് മാറ്റും. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ മനോഹരമായ പ്രഭാതത്തിൽ ഇത്രയും നല്ലൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് കൊച്ചി നഗരസഭയുടെ 3ാമത് റോറോ വെസലിന്റെ സേതുസാഗർ ട്രീറ്റ് ഉദ്ഘാടനം ചെയ്യാനായി അറിയിക്കുന്നു. നന്ദി. ഒരു മോമെന്റ് തരാനാണ്. കൊച്ചി നഗരസഭയുടെ ഉപഹാരമാണ് ഇപ്പോൾ